ശ്രമിച്ചിട്ടും ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് പോലും കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? എങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാതെ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ മിസ് ഈസി ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോവാണ് ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് എങ്ങനെ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന്. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല, എല്ലാ സബ്ജക്ട്സും നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ് 9 ആൽഫ ബാച്ച് നിങ്ങൾക്ക് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. ഇനി അഥവാ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് മിസ്സായി പോയാൽ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ലേണിംഗ് വീഡിയോസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ PDF ക്ലാസ് നോട്ട്സ് കിട്ടുന്നുണ്ടാവും. PYQs ഉണ്ട്. ഇപ്പോൾ ക്ലാസ് 9 വെച്ച് നോക്കുമ്പോൾ ഒരു വർഷത്തെ PYQ ഉള്ളൂ അല്ലേ? പക്ഷേ അതിനുള്ള സൊല്യൂഷനും മിസ് പറഞ്ഞുതരാം. ആ ഒരു വർഷത്തെ PYQ അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ്സ് ഉണ്ടാവും. മോഡൽ എക്സാംസും ചാപ്റ്റർ വൈസ് എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം മിസ് നേരത്തെ പറഞ്ഞു ഒരു വർഷത്തെ PYQ അല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് 1150 രൂപയും കൂടെ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ നമ്മുടെ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ബുക്ക് സെറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയോ? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള നോട്ട്സിന് പുറമേ അഡീഷണൽ ആയിട്ടുള്ള നോട്ട്സും അഡീഷണൽ ക്വസ്റ്റ്യൻസ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിനുള്ള സൊല്യൂഷൻസും ഈ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ്ഡ് ആയിരിക്കും ഈ ഒരു ബുക്കിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ വേഗം തന്നെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ നോക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ 2999 ആണ് നമ്മുടെ ഫീ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്ന് താല്പര്യമുള്ള ആണെങ്കിൽ ഇപ്പം തന്നെ ഈ 2 നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്ക് ടു അവർ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? സിമ്പിളായിട്ട് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം. റെഡി ആണോ നിങ്ങൾ? ഇവിടെ സിമ്പിളായിട്ട് മിസ് മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിലൂടെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ അവളെ കണ്ടു എന്നല്ലേ കൊടുത്തിട്ടുള്ളത്? സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് ആണല്ലേ. ഈ മലയാളത്തിലായാലും ഏത് ലാംഗ്വേജിലായാലും ഈ വാക്യഘടനയ്ക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് കുറച്ച് പാർട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മലയാളത്തിനായാലും ഇംഗ്ലീഷിനായാലും ഹിന്ദിക്കായാലും ഉണ്ട് എന്താ? കർത്താവ്, കർമ്മം, ക്രിയ. ചിലർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക, ചിലർ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടില്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്. ഇനി ഇവർ ആരൊക്കെയാണെന്നുള്ളത് അറിയുന്നുണ്ടോ? സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ആരാണോ ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്ന ആളുകളെയാണ് കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയാം കേട്ടോ. ഇനി വെർബ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ക്രിയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ആക്ഷൻ വേർഡ്സ് ആണ് അല്ലേ? ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയാം. ഈ കർമ്മമായിരിക്കും പിന്നെയും ഡൗട്ട് ഉണ്ടായിരിക്കാം. കർമ്മം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒന്നുമില്ല, നമ്മുടെ സബ്ജക്റ്റിൻ്റെ അടുത്ത് വെർബിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഇപ്പം നോക്കിക്കേ, ഞാൻ അവളെ കണ്ടു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് സബ്ജക്റ്റ്? ഞാനാണ്. അതുപോലെ വെർബ് ഏതാണ്? കണ്ടു ആണ് അല്ലേ? അപ്പോൾ ഇവരെ രണ്ടുപേരും കണക്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഞാൻ കണ്ടു എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരെ കണ്ടു എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ എന്തിനെ കണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? അവളെ കണ്ടു. കണ്ടോ, നമ്മുടെ സബ്ജക്റ്റിനോട് വെർബിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചു, അതിനുള്ള ആൻസർ നമുക്ക് എന്ത് കിട്ടി? അവളെ എന്നുള്ളത് കിട്ടി. അതാണ് എന്ത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇതാണ് സെൻറ്റൻസിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ? നമുക്കറിയാം ഇതിൽ പുതുതായിട്ട് ഒറ്റ വേർഡ്സ് ഇല്ല. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്ന വേർഡ്സ് തന്നെയല്ലേ? ക്ലിയർ അല്ലേ? ഞാൻ അവളെ കണ്ടു എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് മക്കളെ കർമ്മം കർത്താവ് എന്ന് പറയുന്നത്? ഞാൻ എന്നുള്ളതാണ് കർത്താവ് അല്ലേ? കർത്താവ്. ഇനി അവളെ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ അവളെ എന്ന് പറയുന്നത് എന്താണ്? അതാണ് കർമ്മം. ഇനി കണ്ടു എന്ന് പറയുന്നത് എന്താണ്? അതാണ് ക്രിയ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. കിട്ടിയല്ലോ? സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. മലയാളത്തിൽ വാക്യഘടനയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. കർത്താവ്, കർമ്മം, ക്രിയ അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വെർബ്. കിട്ടിയല്ലോ? മലയാളത്തിൽ ഇങ്ങനെയാണ് പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ഡിഫറൻസ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയല്ല പറയാം. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇതാണ് പാറ്റേൺ. ഓക്കെ, അപ്പോൾ നേരത്തെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ആയിരുന്നു വന്നത്. ഇവിടെ അതല്ല വേണ്ടത്. ഇംഗ്ലീഷിൽ നമുക്ക് ആവശ്യം ആരാണ്? ഒബ്ജക്റ്റിനെയാണ് രണ്ടാമതായിട്ട് വേണ്ടത്. കിട്ടിയോ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? സബ്ജക്റ്റിന് എഴുതാം അല്ലേ? സബ്ജക്റ്റ് എന്താണ്? ഞാൻ എഴുതി. ഇനി എന്തായിരുന്നു? ഒബ്ജക്റ്റ് എന്തായിരുന്നു? ഒബ്ജക്റ്റ് ആണ് ഇവിടെ വേണ്ടത്? അല്ല, നമുക്ക് വെർബാണ് വേണ്ടത് അല്ലേ? വെർബാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വെർബിനെ വെക്കാം. എന്തായിരുന്നു വെർബ് അല്ലെങ്കിൽ ക്രിയ? എന്തായിരുന്നു? കണ്ടു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ എന്തെഴുതാം ഇംഗ്ലീഷിൽ? സോ.
ഓക്കെ, ഐ സോ എന്ന് എഴുതി. ഇനി നെക്സ്റ്റ് വൺ എന്താണ് മക്കൾ? ലാസ്റ്റ് ഒബ്ജക്റ്റ് ആണ് അല്ലേ? ആരെ കണ്ടു? ഐ സോ അല്ലേ? ആരെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവളെ കണ്ടു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതെന്താണ്? ഒബ്ജക്റ്റ് ആണ്. അവിടെ എന്ത് എഴുതാം? ഹെർ. ഐ സോ ഹെർ. ഈസി അല്ലേ മകളെ? ഈസി ആയിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇംഗ്ലീഷിലുള്ള പാറ്റേൺ എന്ന് പറയുമ്പോൾ SVO പാറ്റേൺ ആണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ. SVO പാറ്റേൺ ആണ് ഇംഗ്ലീഷിൽ വരേണ്ടത്. മലയാളത്തിൽ വ്യത്യാസമുണ്ട്. മലയാളത്തിൽ SOV പാറ്റേൺ ആണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹോംവർക്ക് ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കോമൻറ്റ് ബോക്സിൽ ഇതൊന്നും ചെയ്യാം കേട്ടോ. ഞാൻ അത് എടുത്തു. ഇതിൽ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ്, ഒബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത് അറിയുന്നവരും കൂടെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിസ്സ് പറയുകയാണ് ഞാൻ അത് എടുത്തു എന്ന് പറയുമ്പോൾ എടുത്തു എന്നുള്ളത് വെർബാണ്. ഓക്കെ, അപ്പോൾ മലയാളത്തിലാണ് കൊടുത്തിട്ടുള്ളത്. എടുത്തു എന്ന് പറയുമ്പോൾ വെർബാണ്. ഇതിൻ്റെയൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടാവും. എല്ലാ മക്കളും സിമ്പിളായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പറയാം. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണോ എന്നുള്ള കാര്യങ്ങളും കൂടെ പറയാം. അതിനൊപ്പം തന്നെ ഇതിനുള്ള ആൻസർ മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.